ഹായ്. വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രേഡ് 1 സൂപ്പറിൻറ്റൻഡന്റിന്റെ എക്സാം നമുക്കറിയാം. ഓൾറെഡി October 1, 2026 ആണ് അതിന്റെ ആ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതായത് നമുക്കിനി മൊത്തം ഏകദേശം ഇന്ന് മുതൽ നമ്മൾ തുടങ്ങിയാൽ ഒരു 64 ദിവസങ്ങളാണ്. അപ്പൊ ഈ 64 ദിവസങ്ങളിൽ പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റഡി ഫേസ് ഉണ്ടാകണം. നമുക്ക് രണ്ടാമതൊരു ഫേസ് വേണം റിവിഷനും മോഡൽ എക്സാംസിനും. അതേപോലെ നമുക്കൊരു 1, 2, 3 ദിവസങ്ങൾ ഒരു ബഫറായിട്ട് എക്സ്ട്രാ വെക്കണം. ആ എക്സാമിന് തൊട്ട് മുന്നേ നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് എടുത്ത് മനസ്സൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് എന്താ പറയേണ്ടത്, വളരെയധികം പീസ്ഫുൾ ആയിട്ട് പോയി ആ പരീക്ഷ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതിന് അല്ലേ. അപ്പോ എങ്ങനെയാണ് ഇത് നമ്മൾക്കിനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഞാനൊന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റഡി ഇനി നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അതെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തിനി നമുക്കുള്ളത്. ഇത്രയും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അത്യാവശ്യം സമയം നമുക്കുണ്ട് നല്ലതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട്. പക്ഷേ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, നമ്മൾ എന്താ പറയേണ്ടത്, തുടർച്ചയായിട്ട് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇനി ഉള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്കിതൊന്ന് പിടിച്ച് എടുക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരുപാടധികം ആപ്ലിക്കൻസ് ഒന്നും ഈ ഒരു പോസ്റ്റിന് ഇല്ല. എന്നാൽ ഈ ഒരു പോസ്റ്റിന്റെ പ്രാധാന്യവും ഇത് ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ആണ് എന്നൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആണ് ഇതിന്റെ ആ ഒരു സിലബസ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇവിടെ വളരെ സിമ്പിൾ ആണ്. അതായത് ആദ്യത്തെ 45 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് അങ്ങ് കവർ ചെയ്യാം. നമുക്ക് ഇന്ന് മുതൽ തുടങ്ങിയാൽ മൊത്തം 64 ദിവസങ്ങളാണ് ഇനി നമുക്കുള്ളത്. 65ാമത്തെ ദിവസം നമ്മുടെ എക്സാം ആണ്. അതിനുശേഷം ഈ 45 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്തതിന് ശേഷം അടുത്ത 15 ദിവസം എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ റിവിഷന്, അതേപോലെ മോഡൽ എക്സാംസിനും. ഇതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ കടക്കുന്നില്ല. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അത് ഞാനിവിടെ എഴുതിയതാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എനിക്ക് വിട്ടുപോയതാണോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. സോ ഇവിടെ മെൻഷൻ ചെയ്ത് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ല ഇതിന്റെ പിന്നാലെ പോകാനായിട്ട്. അപ്പോ റിവിഷനും മോഡൽ എക്സാംസും ഇനി നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നതെന്നുള്ള. നമുക്ക് ഓൾറെഡി അറിയാം മൊത്തം 6 സബ്ജക്റ്റ് ആണ് നമുക്കുള്ളത് അല്ലെ. 6 സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. ഈ എല്ലാ സബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും 10 മോഡ്യൂൾ വീതമുണ്ട്. അങ്ങനെ ടോട്ടൽ 60 മോഡ്യൂൾസ് ആണ്. പക്ഷേ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് മോഡ്യൂൾസ് ലാർജ് അല്ല, ചെറിയ ചെറിയ മോഡ്യൂൾസ് ആണ്. അതിലെല്ലാം സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓരോ മോഡ്യൂളും 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ മാക്സിമം 4 ചോദ്യങ്ങളായിരിക്കും ഓരോ മോഡ്യൂളിൽ നിന്ന് വരിക. അപ്പൊ ഇത് സന്തോഷിക്ക് വകയുള്ള ഒരു കാര്യമാകുമ്പോഴും നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കുക. നമുക്കിപ്പോ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഒരു 15 പേജ് ഒരു മോഡ്യൂളിന് വരുന്നുണ്ട് എങ്കിൽ ആ 15 പേജിൽ നിന്ന് നമുക്കതിനെ ഒരു 200-250 ചോദ്യങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കും. ആ 200-250 ചോദ്യങ്ങളിൽ നിന്ന് 2-3 ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ വരിക. അപ്പോ എന്താ പറയേണ്ടത്, നമ്മൾ ആ പഠിക്കുന്ന പോർഷൻ നമ്മൾ വളരെയധികം വ്യക്തതയോടും ക്ലിയർ ആയിട്ടും നമ്മൾ പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഓർക്കുക, ഇതൊക്കെ ഈ സബ്ജക്റ്റുകളൊക്കെ അത്യാവശ്യം നമ്മുടെ ആ ഒരു കോമൺ ഡിഗ്രി ലെവൽ എക്സാംസിനും പ്രിലിംസിനും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു രീതിയിലേ അല്ല ഇതിന്റെ ടോപ്പിക്സ് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിക്കും ഈ സബ്ജക്റ്റുകൾ തന്നെ നമ്മൾ പഠിക്കത്തക്ക രീതിയിലാണ് ടോപ്പിക്സ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഒന്ന് ഓർക്കുക. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 45 ദിവസം നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് വിൽ ബി ഓൺ ലേണിംഗ്. നമ്മൾ ലേണിംഗിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പോലും ഓരോ ആഴ്ചയും നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസിന്റെ ഒരു 100 മാർക്കിന്റെ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചയും അത് ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് ആ ഒരു വീക്കിൽ കവർ ചെയ്യുന്ന പോർഷൻസിന്റെ 100 മാർക്കിന്റെ ടെസ്റ്റ് ആയിരിക്കും അവിടെ വരിക. ആൻഡ് ആ ഒരു 100 മാർക്കിന്റെ ടെസ്റ്റ് കൊണ്ട് ഒരാഴ്ചയിലെ പോർഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു കവറേജ് നമുക്ക് ആ ടെസ്റ്റ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം.
അപ്പോൾ ഓരോ കോൺസെപ്റ്റും അല്ലെങ്കിൽ ഓരോ മോഡ്യൂളും നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കിട്ടത്തക്ക രീതിയിൽ റെക്കോർഡഡ് വീഡിയോ ലെക്ചർ ക്ലാസ്സിലൂടെ, അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തരുന്ന നോട്ട്സ് വായിക്കുന്നതിലൂടെ, ആൻഡ് ഞാൻ എല്ലാ ലെസൺസിന്റെയും കൂടെ തരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും, അതേപോലെ ഓരോ മോഡ്യൂളിനും എക്സ്ട്രാ ആയിട്ട് 100 ചോദ്യങ്ങൾ ഉണ്ടാകും. അത് കൂടാതെ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും ആ ഒരു മോഡ്യൂൾ വൈസ് ടെസ്റ്റ് നമുക്ക് നടത്തുന്നതിന്. ഓക്കെ, അപ്പോൾ ഏകദേശം ആ ഒരു ഐഡിയ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്ലി സ്കെഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ വീക്കില് നമ്മൾ ആ ഒരു ഡേ 1 to day 7 നമ്മളിവിടെ വെക്കുക. നമ്മളിവിടെ ശനിയും ഞായറും ഒന്നും ഒഴിവാക്കുന്നില്ല, എല്ലാ ദിവസവും കണക്കിലെടുത്തുകൊണ്ട് ആദ്യത്തെ ഒരു വീക്കിൽ ഹിസ്റ്ററി മോഡ്യൂൾ 1 to മോഡ്യൂൾ 7 കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കാണാം, ഒരു ദിവസം നമ്മൾ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 2-3 മാർക്കിന്റെയൊക്കെ ചോദ്യങ്ങളാണ് ഓരോ മോഡ്യൂളിൽ നിന്നും വരാൻ പോകുന്നത്. പക്ഷേ അതിലുള്ള എല്ലാ ടോപ്പിക്സും കോൺസെപ്റ്റ്സും നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി മുതൽ അങ്ങോട്ട് ഓരോ ദിവസവും ഒരു 2.5 മുതൽ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ വരെ ഓരോ ദിവസവും സമയം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അത് മിനിമം ആണ് ഞാൻ പറയുന്നത്. നോട്ട്സ് വായിക്കേണ്ടതായിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശനിയാഴ്ച വരുമ്പം ക്ലാസ്സും ഉണ്ടാകും, അതോടൊപ്പം 100 മാർക്കിന്റെ ആ ഒരു വീക്ക്ലി ടെസ്റ്റും അതോടൊപ്പം ഉണ്ടാകും. ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും. അതായത് എല്ലാ 7 ദിവസം പൂർത്തിയാകുമ്പോഴാണ് ഈ ഒരു ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ അന്നത്തെ ദിവസം ക്ലാസ് ഇല്ലാതെ വരില്ല, ക്ലാസ്സും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ആഴ്ചയിൽ ഹിസ്റ്ററിയുടെ ബാക്കി ഇനി നമുക്ക് 3 മോഡ്യൂൾസ് ഉണ്ട്. അത് ഡേ 8, 9 and 10 ആയിട്ട് നമ്മൾ കവർ ചെയ്യും. പിന്നെ ജോഗ്രഫിയാണ് ഡേ 11 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 11 to 14 ആകുമ്പോൾ ജോഗ്രഫിയുടെ 4 മോഡ്യൂൾസ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആഴ്ചയിൽ വന്നാല് ജോഗ്രഫിയുടെ ആ ഒരു ഡേ 20 ആകുമ്പോഴേക്കും ജോഗ്രഫിയുടെ ബാക്കിയുള്ള മോഡ്യൂൾസും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി എക്കണോമിക്സ് ആണ് നമ്മൾ ഡേ 21 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എക്കണോമിക്സിന്റെ മോഡ്യൂൾ 1 ഡേ 21, 22 to 28 ആ ഒരു 4ാമത്തെ വീക്ക് ഫുൾ നമ്മൾ എക്കണോമിക്സിന്റെ ബാക്കി മോഡ്യൂൾസ് ആയിരിക്കും കവർ ചെയ്യുക. എന്നാൽ ഇനി 2 മോഡ്യൂൾസും കൂടി ഉണ്ട് എക്കണോമിക്സിന്. അത് ഡേ 29ഉം 30ഉം ആയിട്ട് കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലേക്ക് അങ്ങ് കടക്കും. ഇനി ഒന്ന് ആലോചിക്കുക, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ 2 മോഡ്യൂൾസ് വീതം കവർ ചെയ്ത് പോകണം, എങ്കിലേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീക്ക് 5ന് ശേഷം, അല്ലെങ്കിൽ ഈ വീക്ക് 5 3ാമത്തെ ദിവസം മുതൽ ഈ 2 മുതൽ 3 മണിക്കൂർ എന്ന് ഞാൻ പറയുന്നത് ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ മോഡ്യൂൾ 1 and 2 ആദ്യത്തെ ദിവസം, അതായത് ഡേ 31, പിന്നെ അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് 3 and 4, അങ്ങനെ ഡേ 35 ആകുമ്പോഴേക്കും നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ 10 മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വീക്ക് 6 വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇനി നമുക്കുള്ളത് സോഷ്യോളജിയും സോഷ്യൽ വർക്കുമാണ്. ഇപ്പൊ നേരത്തെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് അത്യാവശ്യം സോഷ്യോളജി, സോഷ്യൽ വർക്കിന്റെ ഒക്കെ കുറെ അധികം ക്ലാസ്സസ് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഈ 2 മോഡ്യൂൾസ് വീതമായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ 36 മുതൽ 45ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ സോഷ്യോളജി, സോഷ്യൽ വർക്കിന്റെ ആ ഒരു 10 മോഡ്യൂൾസ് വീതവും കംപ്ലീറ്റ് ചെയ്യും. സോഷ്യോളജി, സോഷ്യൽ വർക്ക് നമുക്ക് ഓൾറെഡി അറിയാം, 15 മാർക്കിന്റെ വീതമാണ് ചോദ്യങ്ങൾ അതിനകത്ത് വരുന്നത്. അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് അല്ല എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു 45 ദിവസം ഇനി വരുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് ഫേസ് 1 എന്ന് വിളിക്കാം. ഇനി അടുത്തത് നമ്മൾ 2ാമത്തെ ഫേസിലേക്ക് കടക്കുകയാണ്. ഈ 2ാമത്തെ ഫേസിൽ നമ്മൾ റിവിഷൻ ചെയ്യും, അതേപോലെ എല്ലാ ദിവസവും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ ഒരു 15 മോഡൽ എക്സാംസ് എന്നുള്ളതാണ്. കാരണം ഈ പരീക്ഷയോട് അടുക്കും തോറും നമ്മൾ പിന്നെ ചെയ്യേണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ മോഡൽ എക്സാംസ് എന്ന് പറയുമ്പോൾ ആ സിലബസിൽ എന്താണോ മാർക്ക് അലോക്കേഷൻ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവിടെ ചോദ്യങ്ങൾ വരിക. ഹിസ്റ്ററിയുടെ 20 ചോദ്യങ്ങൾ ഉണ്ടാകും, അതേപോലെ എന്താ പറയേണ്ടത്,
നമ്മൾ സോഷ്യൽ വർക്ക് സോഷ്യോളജിയിലൊക്കെ എത്തുമ്പോഴേക്കും 15 വീതമായിരിക്കും അതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ ടെസ്റ്റിൽ കവർ ചെയ്യുന്ന പോർഷൻസ് അത് മാറ്റിവെച്ച് അടുത്ത ടെസ്റ്റിൽ അടുത്ത സെറ്റ് ഓഫ് പോർഷൻസ് ആയിരിക്കും അതിനകത്ത് കവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 6 സബ്ജക്റ്റും എല്ലാ ടെസ്റ്റിലും ഉണ്ടാകും. ചിലപ്പോൾ ആദ്യത്തെ മോഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ആദ്യത്തെ ടെസ്റ്റിൽ വരിക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആ മോഡ്യൂളിലെ ചോദ്യങ്ങൾ ഞാൻ അടുത്ത ടെസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. അടുത്ത ടെസ്റ്റിൽ രണ്ടാമത്തെ മോഡ്യൂളുണ്ട്. അപ്പൊ നമുക്ക് നല്ല ഒരു മിക്സ് അവിടെ കിട്ടും എന്നുള്ളതാണ് അതിന്റെ ആ ഒരു പ്രത്യേകത. അല്ലെ, അപ്പോ ഇവിടെ നമ്മൾ 46 മുതൽ ദിവസം തുടങ്ങി. അപ്പൊ ഇതിന് ഈ ഒരു റിവിഷൻ ഓരോ സബ്ജക്റ്റിനും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ദിവസം വീതമാണ് അവർ ഓരോ സബ്ജക്റ്റിനുള്ള റിവിഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ റിവിഷൻ സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അത് PDF ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അതുകൂടെ നമ്മളൊന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. റൈറ്റ്. ആൻഡ് 53 മുതൽ തുടങ്ങി ഇത് ഡേ 58, അങ്ങനെ ഡേ 60. ഡേ 60 ആയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് 4 ദിവസം അവിടെ ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 ദിവസം ഒരു ബഫറായിട്ട് നമ്മൾ വെക്കുക. ആ ഒരു ബഫറായിട്ട് വെക്കുന്നത് ആർക്കെങ്കിലും ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അവിടെ ആവശ്യം വന്നാൽ അത് ചെയ്യാം. പക്ഷേ എക്സാമിന്റെ തലേ ദിവസം എന്തായിരുന്നാലും പ്രിപ്പറേഷനുമായിട്ട് ഇരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ഒരു അഭ്യർത്ഥന. കാരണം എക്സാമിന്റെ തലേ ദിവസം നമ്മൾ കൂൾ ആൻഡ് കാമായിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുക. നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മൾ അടുത്ത ദിവസം പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇതിനുള്ള ആ ഒരു പ്ലാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. അതേപോലെ നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പിൽ. ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കോഴ്സിനെ കുറിച്ച് അറിയാനും പരീക്ഷയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാനും നിങ്ങൾക്ക് അവിടെ നിന്ന് സാധിക്കുന്നതാണ്. ആൻഡ് അതിന്റെ ലിങ്കും ഞാനൊരു ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. സോ ഈ ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു രണ്ടാമത്തെ ഫേസ് ആകുമ്പോഴേക്കും ഒന്ന് നമ്മൾ ആ ഒരു റിവൈസ് ചെയ്യുക. നമ്മൾ ഓരോ സബ്ജക്റ്റും ടോപ്പിക്കും ആൻഡ് എന്താ പറയണ്ടേ ആ മോഡൽ എക്സാം കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ ആൻസർ കീ മോഡൽ എക്സാം നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ തെറ്റിപ്പോയ ആ ഒരു ഏരിയാസ് നോക്കി അതിന് നമ്മൾ പരിഹാരം കാണണം. ആൻഡ് എറേഴ്സ് ഉള്ള സംഗതികൾ, നമുക്ക് തെറ്റ് സംഭവിച്ച ആ ഏരിയാസ് ഒക്കെ നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റുഡന്റും ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു 60 ദിവസം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ സിലബസ് ഒരിച്ചിരി ഡിമാൻഡിങ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ലെസൺസ് ചിലപ്പോൾ ഇച്ചിരി ഓവർവെൽമിങ് അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ട് തോന്നാം. പക്ഷെ നമ്മൾ നമ്മുടെ ഡെയിലി ടാർഗറ്റ് ഇവിടെ മിസ്സാകരുത്. ഓക്കെ, അപ്പോ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അതിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 60 ദിവസം കൊണ്ട് നമ്മൾ ഇത് പൂർത്തിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ആ കോൺസെപ്റ്റ്സ് നമുക്ക് മിസ്സായി പോകില്ല, നമ്മൾ പഠിക്കുന്നതൊന്നും മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. ആൻഡ് ഐ എം ഷുവർ വി വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ എൻറ്റയർ ഒഫീഷ്യൽ സിലബസ് വെൽ ബിഫോർ ദി എക്സാം. അപ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട്, വളരെ അധികം കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് പോയി ഇരിക്കാനായിട്ട് സാധിക്കും. ഒരു ഭയവും വേണ്ട. ഈ ടോപ്പിക്സ് ഒക്കെ ഇതിനകത്ത് കുറെ അധികം ടോപ്പിക്സ് എന്താ പറയേണ്ടത് ആ ഒരു പുതിയ ഒരു അവതരണമായിട്ടാണ് ഞാൻ ഇതിനകത്ത് കുറെ അധികം ടോപ്പിക്സ് കാണുന്നത്. എസ്പെഷ്യലി ആ ജോഗ്രഫിയുടെ മോഡ്യൂൾ 1 ഒക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദോസ് ആർ റിയലി വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് എന്നുള്ളതാണ്. അത് പുതിയതായിട്ട് ഒരു പക്ഷെ നിങ്ങൾ പഠിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. നമുക്കത് നല്ല ഒരു കഥ അവതരിപ്പിക്കുന്ന രീതിയിൽ ആ ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് തന്നെയായിരിക്കും പോവുക. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള സംശയങ്ങളോ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് എന്നെ വിളിക്കുകയും ചെയ്യാം. അപ്പൊ അഥവാ വിളിക്കുമ്പോൾ ഞാൻ വല്ല ക്ലാസ്സിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് കോൾ എടുക്കാത്തത്. ബട്ട് ദെൻ ഐ വിൽ റിട്ടേൺ യുവർ കോൾ. സോ thank you very much for watching this video, and you have an excellent day ahead. Wish you all the very best in your success. Thank you.